പാലക്കാട് കത്തുന്നു. പാലക്കാട് മണ്ഡലത്തിൽ എത്തുന്നതിൽ നിന്ന് വിട്ടുനിന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. എത്തിയാൽ കടുത്ത പ്രക്ഷോഭമെന്നാണ് BJP പറഞ്ഞത്. MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നത് പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കളാണ്. അജിത് ബാബുവിനോട് ചോദിക്കാം, ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. അജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന അഭ്യൂഹം വരുന്നതോടെ തന്നെ അതിൽ ഒരു മുഴം മുന്നേ എന്ന രീതിയിൽ BJP പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചു. MLA ഓഫീസിന് മുന്നിൽ ഉപരോധം ശ്രമിച്ചു. ഈ MLA ഓഫീസ് പൂട്ടാൻ ശ്രമിച്ചു. ഇത് എല്ലാം പറയുന്നത് രാഹുലിന് BJP നൽകുന്ന ഒരു മുന്നറിയിപ്പാണോ? ഈ വിഷയങ്ങളിൽ, ഈ പ്രതിഷേധങ്ങളിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് അജിത്ത്? സേതുലക്ഷ്മി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പറയുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തിയാൽ സമാനതകളില്ലാത്ത സമരമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത്. അതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് കണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് രാഹുൽ എത്തുന്നു എന്ന സൂചന വന്നപ്പോൾ തന്നെ രാവിലെ തന്നെ കൃത്യം 7 മണിക്ക് തന്നെ MLAയുടെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ എത്തി. ഏതാണ്ട് 40ഓളം പ്രവർത്തകരാണ് എത്തിയത്. അവിടെ പ്ലക്കാർഡുകൾ ഉയർത്തി IPLന്റെ പോസ്റ്ററുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ രാഹുലിൻ്റെ ഓഫീസിൻ്റെ മതിലിൽ പതിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിച്ചതോടുകൂടി പോലീസ് സ്ഥലത്തെത്തുകയും പ്രവർത്തകരെ അവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവിടുന്ന് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതോടുകൂടി അവിടേക്ക് കൂടുതൽ BJP പ്രവർത്തകർ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ മാർച്ച് ചെയ്തെത്തി സ്റ്റേഷന്റെ മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് അടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായി. ഇന്ന് സമാനമായി SFIയും DYFIയും പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ എത്തിയിരുന്നെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ കൂടി ഉണ്ടായേനെ. പക്ഷേ രാഹുൽ എത്താത്ത പശ്ചാത്തലത്തിലാണ് ഈ സമരങ്ങൾ അവർ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. നാളെ രാഹുൽ എത്തിയാലും വലിയ തരത്തിലുള്ള സമരം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു MLAക്ക് സ്വന്തം മണ്ഡലത്തിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിന് ഒരു ഇത്തരത്തിൽ സംരക്ഷണം നൽകുന്ന നാളെ എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നാളെ ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് എത്തിയാൽ അത് തിരിച്ചടിയാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് രാഹുൽ ഏതാണെങ്കിലും ഇനി സന്ദർശനം നടത്തുകയുള്ളൂ. ഇന്നും നാളെയും പാലക്കാട് ഉണ്ടാകാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു. ഇന്ന് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സന്ദർശനം മാറ്റിയത്. നാളെ ഇനി എത്തുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സംരക്ഷണം ഒരുക്കുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അനൗദ്യോഗികമായി രാഹുലിന് സംരക്ഷണം നൽകാൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഓക്കെ അജിത്തെ, വ്യക്തമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ BJP പ്രതിഷേധം, ഒപ്പം കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു അജിത്ത്. ഇനി